വളരെ സിമ്പിളായിട്ട് ഒരു ബീഫ് റോസ്റ്റ് ആയാലോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എനിക്ക് കുറച്ച് ബീഫ് ഗിഫ്റ്റായിട്ട് ഒരാൾ തന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെ വീട്ടിൽ ബീഫ് വാങ്ങാറില്ല, ചിക്കനാണ് സാധാരണയായിട്ട് കഴിക്കാറുള്ളത്. അപ്പം കിട്ടിയപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ആദ്യം ചെറിയ പീസായിട്ട് മുറിച്ച് വിനാഗിരിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം വെള്ളത്തിൽ കഴുകിയാണ് എടുത്തത്. അതിനുശേഷം അതിലോട്ട് കുറച്ച് കുരുമുളക് ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. കുരുമുളക് മുഴുവനില്ല എന്നുണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി. അപ്പം എൻ്റെ കയ്യിലും ഞാൻ ഇങ്ങനെ മുഴുവൻ കുരുമുളകാണ് ഇരിക്കുന്നത്, അതും ചേർത്തു. എന്നിട്ട് അതിലോട്ട് തന്നെ വീണ്ടും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ചതച്ച് അതും ചേർക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും മുളക് പൊടി വളരെ കുറച്ച് മതി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി. നമുക്ക് വഴറ്റുന്ന സമയത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം ഇതിൽ വളരെ കുറച്ച് ചേർത്ത് വെളിച്ചെണ്ണയിലും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി നമുക്ക് മിക്സ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. അപ്പം അത് നല്ല സോഫ്റ്റ് ആവാനാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് അതെല്ലാം കൂടെ കുക്കറിലോട്ടിട്ട് എന്നിട്ട് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിൽ വളരെ ശകലം വെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് ഒഴിച്ചു. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാകും, കാര്യം ബീഫിൽ നിന്നൊക്കെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് ഒരു 5 വിസിൽ കേട്ടു. അതിനുശേഷം അടച്ച് പ്രഷർ മൊത്തം പോകുന്നത് വരെ വെയിറ്റ് ചെയ്തു. പിന്നെ വേറൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വീണ്ടും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നീളത്തിന് അരിഞ്ഞും സവാള ചെറിയ ഉള്ളിയൊക്കെ നീളത്തിന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് സവാളയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ ഇത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ചെറിയ ഉള്ളിയാണ് ഇഷ്ടമെങ്കിൽ അതായിരിക്കും കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത്. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കറിവേപ്പിലയൊക്കെ കുറച്ച് അധികം ചേർക്കുന്നത് നല്ലതാണ്. അതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് വാടി വന്നതിന് ശേഷം അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി. ഗരം മസാലയിൽ മാത്രം മതിയെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ കുറച്ച് പെരുംജീരകവും കൂടെ പൊടിച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കുറച്ച് പെരുംജീരകവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മീറ്റ് മസാലയും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ എല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം അതിലോട്ട് നമ്മൾ വേവിച്ച് ചെയ്ത് വച്ചേക്കുന്ന ബീഫും ആ വെള്ളവും കൂടെ നമുക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പം അത് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിൻ്റെ പാകമൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രേവി ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അല്ല ഇനി റോസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രേവി നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് തേങ്ങാ കൊത്തും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നേ, അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വാട്ടി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിച്ചവരൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്